ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരുവചനത്തിലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 5-ാം തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവോതികളിലെ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. മതാത്മക ജീവിതത്തെ പ്രശംസയും അംഗീകാരവും പിടിച്ചു പറ്റാനുള്ള പ്രകടനമാക്കുന്നതിനെതിരെ യേശു ശക്തമായ താക്കീതുകൾ നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന താക്കീതും നിർദ്ദേശവും. ഇതിന് ചരിത്ര പശ്ചാത്തലവുമുണ്ട്. യേശുവിൻ്റെ കാലത്ത് യഹൂദർ പൊതുവെ ദിവസം 3 തവണ പ്രാർത്ഥിച്ചിരുന്നു. ഔദ്യോഗികമായ ഈ പ്രാർത്ഥന ഇന്നും അവർ തുടരുന്നു. നിശ്ചിത പ്രാർത്ഥനകൾ ഉരുവിടുകയാണ് ചെയ്യുന്നത്. വ്യക്തമായി എഴുതി വെച്ച പ്രാർത്ഥന വ്യക്തമായ രീതിയിൽ അവർ ഉരുവിട്ടുകൊണ്ടിരിക്കും. പ്രഭാത പ്രാർത്ഥനയെ ഷഹാരി എന്നും, സായാജ്ഞ പ്രാർത്ഥനയെ മിനുഹ എന്നും, രാത്രി പ്രാർത്ഥനയെ മാറിവാദ അർവിത്ത് എന്നും അറിയപ്പെടുന്നു. പൗരസ്ത്യ സഭകളിൽ പൊതുവെ സപ്ര, റംഷ, ലെലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാർത്ഥനകൾ ഈ യഹൂദന പ്രാർത്ഥനാക്രമത്തെ അനുസ്മരിക്കുന്നതാണ്. പ്രാർത്ഥനാ സമയം വിളിച്ചറിയിക്കാനായി ദേവാലയങ്ങളിൽ നിന്നും കാഹളം മുഴക്കും. ഇന്ന് ക്രിസ്തീയ ദേവാലയങ്ങളിൽ നിന്ന് മണിയടിയും, ക്ഷേത്രങ്ങളിൽ നിന്ന് ശംഖുവിളിയും, മോസ്കുകളിൽ നിന്ന് വാങ്കുവിളിയും ഉയരുന്നത് പോലെ തന്നെയാണ് അതും. പ്രാർത്ഥനയ്ക്കുള്ള കാഹളം വിളി കേൾക്കുമ്പോൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ പരസ്യമായി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക യഹൂദർക്ക് പതിവായിരുന്നു. അത് സിനഗോഗിലോ വഴിക്കവലയിലോ എവിടെയായാലും അവർ പ്രാർത്ഥിക്കും. ഈ ആചാരമാണ് യേശുവിൻ്റെ താക്കീതുകളുടെയും നിർദ്ദേശങ്ങളുടെയും ചരിത്ര പശ്ചാത്തലം. ഇതുകൊണ്ട് പരസ്യപ്രാർത്ഥന അരുതെന്നോ അതിന് അർത്ഥമില്ല എന്നോ ഒന്നും ഈ ഗുരുമൊഴിയിൽ കാണുന്നില്ല. മറിച്ച് എന്തായിരിക്കണം പ്രാർത്ഥനയുടെ ശൈലി, മനോഭാവം എന്ന് പഠിപ്പിക്കുക മാത്രമാണ് യേശു ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രകടനമല്ല പ്രാർത്ഥന. ദൈവത്തോട് നടത്തുന്ന സംഭാഷണമാണത്. ഞാനും എൻ്റെ പിതാവുമായിട്ടുള്ള സംഭാഷണമാണത്. അതിന് ശാന്തതയും നിശബ്ദതയും ഏകാന്തതയും ആവശ്യമാണ്. മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കണം എന്നതുകൊണ്ട് ഇതാണ് അർത്ഥമാക്കുന്നത്. അതാണ് യേശു പറഞ്ഞു തന്നിട്ടുള്ളത്. പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വാചാലത വേണ്ട. എല്ലാം അറിയുന്ന ദൈവത്തിന് മുമ്പിൽ അധികമൊന്നും പറയേണ്ടതില്ല. ഒരു മകന് വേണ്ടി യാചിച്ച ഹന്നായുടെ ചിത്രം അവിടെ മാതൃകയായിരുന്നു. അവളുടെ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അത്തരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ. 1 സാമൂയേൽ 1-ാം അധ്യായത്തിലെ 13-ാം തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും തെറ്റിദ്ധരണരുത്. വാചിക പ്രാർത്ഥന വേണ്ടെന്നല്ല, വാത്തോരാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൂട്ടുന്നതിലല്ല. എന്നെ പൂർണ്ണമായി അറിയുന്ന പിതാവിനോട് ആണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ബോധ്യത്തോടെ ഹൃദയം തുറക്കുന്നിടത്താണ് പ്രാർത്ഥനയുടെ വിജയം എന്നാണ്. ഞാൻ എന്നെ അറിയുന്ന പിതാവിൻ്റെ മുമ്പിലാണ് ഞാൻ എൻ്റെ ഹൃദയം തുറക്കുന്നതിനുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് പ്രാർത്ഥനയുടെ വിജയം കണ്ടുവരിക. ഈ 2 കാര്യങ്ങൾ മുഖ്യമായും വ്യക്തിപരമായ പ്രാർത്ഥനകളെ ലക്ഷ്യം വയ്ക്കുന്നെങ്കിലും സമൂഹ പ്രാർത്ഥനയുടെ ഈ മനോഭാവം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഞാൻ എൻ്റെ പിതാവിനോടാണ് പറയുന്നത്, പള്ളിയിൽ അച്ഛനോടോ അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കുന്നതിന് വേണ്ടിയിട്ടല്ല. എൻ്റെ പിതാവിനോട് പറയും മുമ്പേ പിതാവ് നിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നു. പക്ഷെ പറയണം എന്ന് പറയുന്നതല്ലേ കരയുന്ന കൊച്ചിനെ പാല് കിട്ടുകയുള്ളൂ. നിൻ്റെ ആവശ്യങ്ങൾ നിന്റെ പിതാവിനോട് പറഞ്ഞിരിക്കണം. ഇതിനെല്ലാം മാതൃകയാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന. ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് 7 യാചനകളുടെ ഹൃദയം തുറക്കാൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഏത് സമയത്തും പ്രാർത്ഥിക്കാവുന്നതാണ്. അനിവാര്യമായ പ്രാർത്ഥനയാണത്. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വചനമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ ആകരുത്. ഞാൻ വലിയൊരു ഭക്തിയുള്ള ആളെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ആവരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിൽ, തെരുവീതികൾ, കോണുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അത് യഹൂദരെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ കാലത്തിന് വേണ്ടിയുള്ള വചനമാണ് തന്നെയാണ്.
ഒന്നും തന്നെ മറ്റുള്ളവരെ കാണിക്കാനൊന്നല്ല. കാരണം നിന്റെ ഹൃദയം കാണുന്ന യേശു തമ്പുരാൻ ഇവിടെ തന്നെയുണ്ട്. അറിയാൻ സാധിക്കും. നമ്മുടെ മനോഭാവങ്ങളെ എല്ലാം അറിയുന്ന തമ്പുരാൻ എല്ലാം മനസ്സിലാക്കാനും അറിയാനും സാധിക്കും. നിന്റെ ഹൃദയത്തിൽ നടക്കുന്ന ചിന്തകൾ പോലും അവൻ അറിയാൻ സാധിക്കുന്നു. പിന്നെ എന്തിനാണ്? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളും തെരുവീതികളും കോണുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നീ കർത്താവ് തന്ന നിർദ്ദേശം എന്താണ്? മുറിയിൽ കടച്ച് രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കണം. അവിടെ നീയും നിന്റെ പിതാവ് മാത്രമാണ്. നിന്റെ വ്യതകൾ, നിന്റെ വേദനകൾ എല്ലാം തന്നെ നിന്റെ പിതാവ് അറിയുന്നുണ്ട്. മകനെ, മകളെ, അതൊന്ന് പറഞ്ഞാൽ മതി നിന്റെ അപ്പച്ചനോട്. അപ്പച്ചാ, എനിക്കിന്നൊരു പ്രശ്നമുണ്ട് എന്ന് പറയണം. അത് നിർബന്ധമാണ്. പറഞ്ഞില്ലെങ്കിൽ പിതാവ് ശ്രവിക്കില്ല. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുനീളം നോക്കാൻ സാധിക്കും. പറയുമ്പോൾ മാത്രമേ ദൈവം അവിടെ കടന്നു പോയി. ലാസറിൻ്റെ ഭവനത്തിൽ പോയിട്ടുള്ള ജെറൂസലിന്റെ മകളെ ഇങ്ങനെ എല്ലാവരുടെയും കർത്താവിനോട് ചോദിക്കുമ്പോൾ മാത്രമേ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആവശ്യങ്ങൾ പിതാവിനോട് പറയണം. പറഞ്ഞാൽ മാത്രമേ അവിടെ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിന്റെ പിതാവെല്ലാം അറിയുന്നുണ്ട് എങ്കിലും നീ പറയണം. പറയേണ്ട രീതിയിൽ നിന്റെ മനോഭാവം അവൻ അറിയുന്നു. പ്രിയമുള്ളവരെ, വിട്ടുകൊടുക്കുക. നമ്മുടെ ഹൃദയ വിചാര വിഹാരങ്ങളെല്ലാം കർത്താവേ നീ അറിയുന്നുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ പ്രാർത്ഥിക്കാതെ പൂർണ്ണമായിട്ട് ഞങ്ങൾ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് നിന്നിൽ അഭയം തേടാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തരും നൽകണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.